രഞ്ജിനി ഈ രഞ്ജിനി അല്ലായിരുന്നെങ്കിൽ രഞ്ജിനി വേണമെങ്കിൽ ഒരു നർത്തകിയാവുമായിരുന്നു. You think? I think so. I love to dance. എൻ്റെ ലൈഫിൽ എനിക്ക് വളരെ സങ്കടം തോന്നി. ഇപ്പം നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. അങ്ങനത്തെ എൻ്റെ വലിയൊരു ആഗ്രഹം ചെറിയ പ്രായത്തിൽ ഞാൻ ശരിക്കും ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാൻ പോകണം. രഞ്ജിനിക്ക് അങ്ങനെ അതിനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ബോഡിയിലുണ്ട്. എന്നെ വിളിച്ചു നടപ്പ് തന്നെ ഒരു ഡാൻസാണ്. സത്യം ഒരു ഋതവനത്തുണ്ട്. എന്നെ വിളിച്ചതാണ് ഗോപിനാഥ് സാറോ, ഗോപിനാഥ മാഷില്ലേ, കലാമണ്ഡലം ഗോപിനാഥ് സാർ എൻ്റെ സ്കൂളിൽ പഠിപ്പിക്കാൻ വരുമായിരുന്നു. അപ്പം സാറ് പറഞ്ഞു, സാർ എൻ്റെ വീടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. സാർ പറഞ്ഞു മോള് ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്യാൻ. സാറാണെങ്കിൽ ദേഷ്യം വന്നാൽ വടി അറിയും കാലിനിട്ട്. അത് മേടിച്ച് ഞാൻ പോയില്ല. അന്ന് രഞ്ജിനി നൃത്തം കളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ വേറെ രീതിയിലേക്ക് മാറും. I think so. എങ്കിൽ പോലും വലിയ വലിയ ആൾക്കാരെ കൂടെ നൃത്തം കളിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ലേ? That's really funny. ഷാറൂഖ് ഖാന്റെ കൂടെ എന്തിന് ഷാറൂഖ് ഖാനല്ല വേറെ ആളുടെ കൂടെ കാണിച്ചത്. മാരഡോണ ചേട്ടനാണോ? ആ മാരഡോണ ചേട്ടൻ. നൃത്തച്ചുവടുകൾ വെക്കുകയാണ്. അദ്ദേഹത്തിന്റെ നൃത്തച്ചുവടുകളാണ് കണ്ടുകൊണ്ട് അയാൾ എന്നെ പിടിച്ചോണ്ട് പോവാ. ഇവിടെ രക്ഷമില്ല. രഞ്ജിനി നല്ല രസമുള്ളതല്ലേ? It's a lot of fun. You enjoyed it. I enjoyed it. What a cool guy. What a cool guy. തമാശ എന്താ അറിയോ, ലാറ്റിൻ അമേരിക്കൻ മാധ്യമങ്ങളിൽ ഗേൾഫ്രണ്ട് ആയി. ഗേൾഫ്രണ്ടായി. അങ്ങനെ ഒരു ഭാഗ്യമല്ലേ? മറഡോണയുടെ പുതിയ ഗേൾഫ്രണ്ട്. ഏറ്റവും തമാശ എന്ന് അറിയാമോ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ദുബായിലെ ഒരു ക്ലബിൽ മൊവീഡ എന്ന് പറഞ്ഞ ഒരു ക്ലബിൽ നിൽക്കുക. മാരഡോണ അന്ന് അവിടെ ഉണ്ടായിരുന്നു. എന്നെ മനസ്സിലായി പോലും ഇല്ല. ഞാനവിടെ സൈഡിൽ. അപ്പം എൻ്റെ ഫ്രണ്ട്, അവിടുത്തെ ഫ്രണ്ട്, ഡ്യൂഡ് മാരഡോണ ചേർന്നൊക്കെ പറയുന്നുണ്ട്. ഐ എം ലൈക്ക് ട്രസ്റ്റ് മീ, ഹി വിൽ നോട്ട് നോ മീ. നാച്ചുറലി നമ്മൾ ഷോയിന് മീറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ രണ്ടാഴ്ച എടുത്തെനിക്ക് തന്നെ അറിയാമെന്ന് ചോദിക്കും. ഈ മുഖം ഓർമ്മയുണ്ട് ചോദിക്കുന്നത്. നോ രക്ഷ. സ്പാനിഷ് അറിയണ്ടേ? അല്ലെങ്കിൽ അല്ലൊരു പയറ്റായിരുന്നു. അല്ല, നോ നോ നെവർ. ഐ എം നോട്ട് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഇൻട്രൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇല്ല, ഒരാളുടെ പേഴ്സണൽ സ്പേസ് ജോലിയുടെ സമയത്ത് വന്ന് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ചെയ്യേണ്ടത് ചെയ്യുന്നു. അപ്പുറത്തെ ആള് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു. That's all. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നെ ഓർക്കണം എന്നൊരു നിർബന്ധം എനിക്കില്ല. അവരെന്നെ മറന്നുപോയാൽ കുഴപ്പമില്ല. അടുത്ത പക്ഷേ ഈ പടം എപ്പോഴും മറഡോണയുടെ മനസ്സിലുണ്ടാവും. Maybe. സ്വാഭാവികമായിട്ട് ലാറ്റിൻ അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ കൊട്ടിഘോഷിക്കും. Can you believe it? അതന്നെ. എനിക്ക് വിശ്വസിക്കാൻ ഇതിന്റെ പറ്റുന്നില്ല. പൊട്ടൻഷ്യൽ അന്നേരം രഞ്ജിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ഇത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസത്തെ കുറിച്ച് എനിക്ക് ഓർമ്മയുള്ളത് ഇത് കഴിഞ്ഞ് നടന്ന സംഭവം മാത്രമേ ഉള്ളൂ. ആ തെറിവിളി. അതുകൊണ്ട് വീട്ടിലെത്തുമ്പോഴാണ് ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ എനിക്ക് ഒട്ടും ഇമ്പോർട്ടന്റ് അല്ല. ഞാനിവിടെ തിളച്ചിരിക്കണം. അമ്മേ ഇതൊക്കെ നടന്നു, എന്നെ പിടിച്ചു, ഞാൻ തിരിച്ചടിച്ചു, ഞാൻ തെറി വിളിച്ചു, 2 മണിക്കറി ഇരുന്നു വീട്ടിൽ പോയി എന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ മനസ്സിൽ ഇമ്പോർട്ടൻസ് ചെയ്യുന്നു. ഇത് ഞാൻ ആലോചിച്ചില്ല. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് മാരഡോണ എന്ന ഒരു വ്യക്തിയുടെ ഒരു പവർ ഞാൻ മനസ്സിലാക്കിയത്. ഇറ്റ്സ് ക്രേസി. ബിക്കോസ് ആ ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഞാൻ ഫുട്ബോൾ ഒന്നും അതൊന്നും കണ്ടിട്ടില്ല. കേട്ടിട്ടുണ്ട് കുറെ, യുനോ, ഹൂഎവർ, മാരഡോണ, റൊണാൾഡോ, റൊണാൾഡീനിയോ, പെലെ, whatever, but still Maradona is a dude. മറഡോണ സംഭവം മറ്റേ പൂരപ്പാട്ടിലൊക്കെ മുങ്ങിപ്പോയി. ഏത് പൂരപ്പാട്ടില്? പൂരപ്പാട്ട് കൊടുങ്ങല്ലൂർ ഭരണിയില്. എന്റെ മനസ്സില്. പക്ഷെ അതൊക്കെ അതൊക്കെ സർഫസ് ചെയ്തല്ലേ ഈ വീഡിയോ പതുക്കെയാ വന്നത്. എനിവേ ഇതൊക്കെ പാർട്ട് ഓഫ് ദി ലൈഫ്. Yeah, I enjoy it.